ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈക്കോ അനാലിസിസും അതുപോലെ ഫ്രൂയിഡിയൻ ടേംസുമാണ്. സൈക്കോ അനാലിസിസ് അതുപോലെ സൈക്കോ അനാലിസിസിൻ്റെ ഫൗണ്ടറായിട്ടുള്ള സിഗ്മണ്ട് ഫ്രോയിഡ് കൊണ്ടുവന്ന കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേംസും അതാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പം ആദ്യം നമുക്ക് സൈക്കോ അനാലിസിസ് എന്താണെന്ന് നോക്കാം. സൈക്കോ അനാലിസിസ് ഈസ് എ തിയറി ആൻഡ് തെറാപ്പി സ്റ്റാർട്ടഡ് ബൈ സിഗ്മണ്ട് ഫ്രോയിഡ്. സൈക്കോ അനാലിസിസ് എന്ന് പറയുന്നത് ഒരു തിയറിയാണ് അല്ലെങ്കിൽ ഒരു തെറാപ്പിയാണ്. അത് കൊണ്ടുവന്നത് ആരാണ്? സിഗ്മണ്ട് ഫ്രോയിഡാണ്. സൈക്കോ അനാലിസിസിൻ്റെ ഫൗണ്ടർ എന്നറിയപ്പെടുന്നത് സിഗ്മണ്ട് ഫ്രോയിഡിനെയാണ്. ഇറ്റ് സേസ് മോസ്റ്റ് ഓഫ് അവർ മൈൻഡ് ഈസ് അൺകോൺഷ്യസ്, വി ആർ നോട്ട് അവെയർ ഓഫ് ഇറ്റ്. ഇതിൽ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡ് എന്ന് പറയുന്നത് എന്താണ്? അൺകോൺഷ്യസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ അതിനെപ്പറ്റി അവെയർ ചെയ്യുന്നതേ ഇല്ല. അവർ ഹിഡൻ തോട്ട്സ്, മെമ്മറീസ് ആൻഡ് ഡിസയേഴ്സ് കൺട്രോൾ അവർ ബിഹേവിയർ. നമ്മുടെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ചിന്തകൾ, ഓർമ്മകൾ, നമ്മുടെ ആഗ്രഹങ്ങൾ, ഇതൊക്കെയാണ് നമ്മുടെ ബിഹേവിയറിനെ, നമ്മുടെ സ്വഭാവത്തെ അല്ലെങ്കിൽ നമ്മുടെ ക്യാരക്ടറിനെ കൺട്രോൾ ചെയ്യുന്നത് എന്നാണ് ഈ സൈക്കോ അനാലിസിസിൽ പറയുന്നത്. ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസസ് ഷേപ്പ് അവർ അഡൾട്ട് പേഴ്സണാലിറ്റി. അതുപോലെ തന്നെ നമ്മുടെ കുട്ടിക്കാലത്ത് നമ്മുടെ എക്സ്പീരിയൻസ് ആണ് എന്ത് ചെയ്യുന്നത്? അഡൾട്ട് പേഴ്സണാലിറ്റി. നമ്മൾ ആ ഒരു പേഴ്സണാലിറ്റിയെ ഡെവലപ്പ് ചെയ്തെടുക്കുന്നത് നമ്മുടെ കുട്ടിക്കാലത്തെ എക്സ്പീരിയൻസ് ആണ്. ഫ്രൂയിഡ് ഡിവൈഡഡ് ദ മൈൻഡ് ഇൻ ടു 3 പാർട്സ്. ഇതിൻ്റെ അകത്ത് സിഗ്മണ്ട് ഫ്രൂയിഡ് നമ്മുടെ മൈൻഡിനെ 3ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത്, ഈഗോ, സൂപ്പർ ഈഗോ. ഇതെന്ന് പറയുന്നത് എന്താണ്? ഐ വാണ്ട് ഇറ്റ് നൗ വർക്ക്സ് ഓൺ പ്ലഷർ പ്രിൻസിപ്പിൾ. നമുക്ക് ഇപ്പം തന്നെ വേണം എന്ന് നമ്മുടെ ആഗ്രഹങ്ങൾ, ഇപ്പം നമുക്ക് എന്തെങ്കിലും കഴിക്കാനൊരു ആഗ്രഹം തോന്നി, അതപ്പം നമ്മൾ കഴിക്കാം. അല്ലാതെ അത് ചുറ്റുപാടും നോക്കുക, അല്ലെങ്കിൽ ആ സാധനം ഇപ്പം കിട്ടുമോ, അങ്ങനെ അതിനെപ്പറ്റി ഒന്നും ചിന്തിക്കില്ല. നമുക്കത് കഴിക്കാൻ തോന്നി നമ്മളത് കഴിക്കാം. നമുക്ക് എന്താണോ വേണ്ടത് അത് അപ്പം തന്നെ ചെയ്യുക. അതാണ് ഇതെന്ന് പറയുന്നത്. ഇനി ഈഗോ എന്ന് പറയുന്നത് ലെറ്റ്സ് ബി റിയലിസ്റ്റിക്. നമ്മൾ അതിനെപ്പറ്റി ഒന്ന് ചിന്തിക്കും, ശരിയാണോ തെറ്റാണോ, അല്ലെങ്കിൽ അത് നമുക്കിപ്പോൾ കിട്ടുമോ എന്നൊക്കെ നമ്മൾ അതിനെപ്പറ്റി ഒന്ന് ചിന്തിക്കും. അതാണ് ഈഗോ എന്ന് പറയുന്നത്. അത് വർക്ക് ചെയ്യുന്നത് റിയാലിറ്റി പ്രിൻസിപ്പിളിൻ്റെ ബേസിസിലാണ്. ഇനി അടുത്തത് സൂപ്പർ ഈഗോ. അതെന്ന് പറഞ്ഞാൽ മോറൽ വാല്യൂസ്, റൂൾസ്, സൊസൈറ്റി, ഇതെല്ലാം അതിനെ സപ്പോർട്ട് ചെയ്യുന്ന സിസ്റ്റംസ് ആണ്. നമ്മൾ ശരിയാണോ തെറ്റാണോ എന്ന് ചിന്തിച്ച്, സൊസൈറ്റി അംഗീകരിച്ച കാര്യമാണോ എന്ന് ചിന്തിച്ച്, നമ്മൾ വളരെ ചിന്തിച്ച് നല്ല പ്രാക്ടിക്കലായിട്ട് എടുക്കുന്ന കാര്യങ്ങളാണ് എന്തെന്ന് പറയുന്നത്? സൂപ്പർ ഈഗോ എന്ന് പറയുന്നത്. ഇനി സൈക്കോ അനാലിസിസിൻ്റെ ഗോൾ എന്ന് പറയുന്നത്, ദ ഗോൾ ഓഫ് സൈക്കോ അനാലിസിസ് ഈസ് ടു ബ്രിങ് ഹിഡൻ കോൺഫ്ലിക്ട്സ് ഇൻ ടു അവെയർനെസ്. അതാണ് സൈക്കോ അനാലിസിസിൻ്റെ റോൾ എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ സിഗ്മണ്ട് ഫ്രോയിഡ് കുറച്ച് ടേംസും കൂടെ കൊണ്ടുവന്നിട്ടുണ്ട് ഇതിൻ്റെ കൂടെ തന്നെ. ദ അൺകോൺഷ്യസ് മൈൻഡ്, ടാഗ് തെറാപ്പി, ഡിഫെൻസ് മെക്കാനിസംസ്, സൈക്കോസെക്ഷൽ ഡെവലപ്മെൻറ്റ്, ദ ഈഡിപ്പസ് കോംപ്ലക്സ്. ഇത്രയും ടേംസും കൂടെ നമ്മുടെ സിഗ്മണ്ട് ഫ്രോയിഡ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ സൈക്കോ അനാലിസിസ് കൊണ്ടുവന്നത് ആരാണ്? സിഗ്മണ്ട് ഫ്രോയിഡ് ആണ്. അതുപോലെ അതിൻ്റെ അകത്ത് മെയിനായിട്ടുള്ള പോയിൻറ്റ്സ് ഇത്രയാണ്. ഇനി സൈക്കോ അനാലിസിസ് കൊണ്ടുവന്നത് സിഗ്മണ്ട് ഫ്രോയിഡ് ആണ്. അത് എക്സ്പാൻഡ് ചെയ്തത് മറ്റൊരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ പേരാണ് ജാക്വസ് ലെക്കാൻ. ആരാണ്? ജാക്വസ് ലെക്കാൻ. ജാക്വസ് ലെക്കാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹി വാസ് ഓഫ്റ്റൻ കാൾഡ് ദ ഫ്രഞ്ച് ഫ്രോയിഡ്. ജാക്വസ് ലെക്കാന് അറിയപ്പെടുന്ന മറ്റൊരു പേരെന്ന് പറയുന്നത് എന്താണ്? ഫ്രഞ്ച് ഫ്രോയിഡ് എന്നാണ് അറിയപ്പെടുന്നത്. He is best known for revitalizing Sigmund Freud's theories through the lens of structural linguistics and philosophy. അദ്ദേഹം എന്ത് ചെയ്തു? ഈ സൈക്കോ അനാലിസിസ് എന്ന് പറയുന്ന തിയറി എക്സ്പാൻഡ് ചെയ്തതും വളരെ ഫേമസ് ആക്കിയതും ഒക്കെ ആരാണ്? നമ്മുടെ ജാക്വസ് ലെക്കാനാണ്. ജാക്വസ് ലെക്കാൻ വാസ് എ ഫ്രഞ്ച് സൈക്കോ അനലിസ്റ്റ് ആഫ്റ്റർ ഫ്രോയിഡ്. ഫ്രോയിഡിന് ശേഷമുള്ള ഫ്രഞ്ച് സൈക്കോ അനാലിസിസ്റ്റ് ആണ് ആരെന്ന് പറയുന്നത്? ജാക്വസ് ലെക്കാൻ എന്ന് പറയുന്നത്. ഹി സെഡ് റിട്ടേൺ ടു ഫ്രോയിഡ് ബട്ട് ഗേവ് ഫ്രോയിഡ് ന്യൂ മീനിങ്സ്. ഫ്രോയിഡിൻ്റെ കുറേ ടേംസിനൊക്കെ പുതിയ മീനിങ്സും അല്ലെങ്കിൽ ഫ്രോയിഡിലേക്കൊരു മടക്കം എന്നൊക്കെയാണ് അദ്ദേഹം സൈക്കോ അനാലിസിസ് തിയറി എക്സ്പാൻഡ് ചെയ്തതിന് ശേഷം പറഞ്ഞ കാര്യങ്ങൾ. ലെക്കാൻ ബിലീവ്ഡ് ദ അൺകോൺഷ്യസ് ഈസ് സ്ട്രക്ചേർഡ് ലൈക്ക് എ ലാംഗ്വേജ്. അതുപോലെ ലെക്കാൻ പറഞ്ഞത് അൺകോൺഷ്യസ് ആയിട്ടുള്ള കാര്യം അത് എന്തുപോലെ സ്ട്രക്ചർ ചെയ്തിരിക്കുന്നു? ഭാഷ പോലെ, ലാംഗ്വേജ് പോലെ സ്ട്രക്ചർ ചെയ്തിരിക്കുന്നു എന്നാണ് ലെക്കാൻ പറഞ്ഞത്. ഫോർ ഹിം ലാംഗ്വേജ് ഷേപ്സ് ഹൗ വി തിങ്ക് ആൻഡ് ഡിസയർ. അത് പറയാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലാംഗ്വേജ്, നമ്മുടെ ഭാഷയാണ് നമ്മൾ എങ്ങനെ ചിന്തിക്കണം, നമ്മൾ എങ്ങനെ പ്രവർത്തിക്കണം എന്നൊക്കെ
ഷെയ്പ്പ് ചെയ്തെടുക്കുന്നത് നമ്മുടെ ലാംഗ്വേജാണ്. അതുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞത്. പിന്നെ അദ്ദേഹം ഹ്യൂമൻ ഡെവലപ്മെൻറ്റിനെ 3ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഫ്രോയിഡ് 3ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ലെക്കാന് 3ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ലെക്കാൻ ഡിവൈഡ് ചെയ്ത 3 സ്റ്റേജുകൾ ഇമാജിനറി സ്റ്റേജ്, സിംബോളിക്, റിയൽ സ്റ്റേജ്. അപ്പോൾ അതിൽ ഫസ്റ്റത്തെ മിറർ സ്റ്റേജ്, ഇമാജിനറി സ്റ്റേജ് ആണ്. ഈസ് ഹിസ് മോസ്റ്റ് ഫേമസ് ഐഡിയ ഫ്രം ദ ഇമാജിനറി ഓർഡറിൻ്റെ അകത്തുള്ള ഫേമസ് ആയിട്ടുള്ള ഐഡിയ ആണ് എന്തെന്ന് പറയുന്നത്, മിറർ സ്റ്റേജ് എന്ന് പറയുന്നത്. അറ്റ് 6 to 18 months എ ബേബി സീസ് ഇറ്റ് സെൽഫ് ഇൻ എ മിറർ ഫോർ ദ ഫസ്റ്റ് ടൈം. 6 മുതൽ 18 മാസം വരെയുള്ള കുട്ടികൾ മിററിൽ ആദ്യമായിട്ട് അവരെ നോക്കുന്നത്. ദ ബേബി തിങ്സ് ദാറ്റ്സ് മീ ബട്ട് ദ ഇമേജ് ഈസ് ഫോൾസ് ആൻഡ് ഇംപെർഫെക്റ്റ്. ബേബി ചിന്തിക്കുന്നത് ഇമേജും എന്നെ പോലെ വേറൊരു വ്യക്തിയാണ് എന്നാണ് ചിന്തിക്കുന്നത്. അതുപോലെ ദിസ് ക്രിയേറ്റ്സ് ദ ഈഗോ ബട്ട് ആൾസോ എ സെൻസ് ഓഫ് ബീയിങ് സ്പ്ലിറ്റ് ഓർ ഫേക്ക്. അതും ഇതിൻ്റെ അകത്ത് വരുന്ന ഒരു പോയിൻ്റാണ്. അടുത്തതെന്ന് പറഞ്ഞാൽ സിംബോളിക് ഓർഡർ. സിംബോളിക് ഓർഡർ സ്റ്റാർട്ട്സ് വെൻ വി ലേൺ ലാംഗ്വേജ് ആൻഡ് റൂൾസ്. നമ്മൾ സിംബോളിക് സ്റ്റേജിലാണ് നമ്മുടെ ഭാഷ പഠിക്കുന്നത്, അതുപോലെ നിയമങ്ങൾ പഠിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സ്റ്റേജിനെ ലാസ്റ്റ് ഓഫ് ദ ഫാദർ എന്നും നമുക്ക് പറയാനായിട്ട് കഴിയും. വി ക്യാൻ നെവർ ഗെറ്റ് വാട്ട് വി ട്രൂലി വാണ്ട്, വി ആൾവേസ് ഹാവ് ലാക്ക്. അപ്പോൾ നമുക്ക് വേണ്ടതാണോ എന്നൊക്കെ നമ്മൾ ചെറുതായിട്ടൊക്കെ ചിന്തിക്കാൻ തുടങ്ങുന്ന സ്റ്റേജാണ് എന്തെന്ന് പറയുക, ചിന്തിക്കാനും നമ്മൾ ഓരോന്ന് പഠിച്ചെടുക്കാനും തുടങ്ങുന്ന സ്റ്റേജാണ് സിംബോളിക് സ്റ്റേജ് എന്ന് പറയുന്നത്. അതുപോലെ ലാസ്റ്റത്തെ റിയൽ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മളത് മനസ്സിലാക്കാനും ശരിയാണോ തെറ്റാണോ എന്ന് നോക്കി ചിന്തിച്ച് പ്രവർത്തിക്കാനും എന്ന് പറഞ്ഞാൽ നമ്മൾ ഫുൾ കംപ്ലീറ്റ് ഡെവലപ്മെൻ്റ് ആയതിനു ശേഷമുള്ളതാണ് ദ റിയൽ സ്റ്റേജ് എന്ന് പറയുന്നത്. ദ റിയൽ ഈസ് എവറിത്തിങ് വി കാനോട്ട് സ്പീക്ക് അബൌട്ട് ഓർ അണ്ടർസ്റ്റാൻഡ്. ഇത് ഇത്രയാണ് സൈക്കോ അനാലിസിസിൻ്റെ അകത്ത് വരുന്നത്. ഇനി നമ്മൾ പറഞ്ഞു ഫ്രൂയിഡിയൻ ടേംസ്, ഫ്രൂയിഡ് കൊണ്ടുവന്ന കുറച്ച് ടേംസാണ് അടുത്തത് നോക്കാൻ പോകുന്നത്. അതിലെ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് ലിബിഡോ ആണ്. ഇൻ ഫ്രൂയിഡ്സ് തിയറി ലിബിഡോ ഈസ് ദ ബേസിക് എനർജി ഓർ ഡ്രൈവ് ഇൻസൈഡ് അസ്. ലിബിഡോ എന്ന് പറയുന്ന ടേം കൊണ്ടുവന്നത് ഫ്രൂയിഡാണ്. അദ്ദേഹം പറഞ്ഞത് നമ്മുടെ ഉള്ളിലുള്ള ബേസിക് എനർജിയാണ് എന്തെന്ന് പറയുന്നത്, ലിബിഡോ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഫ്രൂയിഡ് ആദ്യം പറഞ്ഞത് അറ്റ് ഫസ്റ്റ് ഫ്രൂയിഡ് സെഡ് ഇറ്റ് വാസ് ഓൺലി സെക്ഷൽ ഡിസയർ. ഈ ലിബിഡോ എന്ന് പറയുന്ന കൺസെപ്റ്റ് നമ്മുടെ ഉള്ളിലുണ്ട്, അത് നമ്മുടെ സെക്ഷൽ ഡിസയറിന് വേണ്ടി മാത്രമുള്ളതാണെന്നാണ് ഫ്രൂയിഡ് ആദ്യം പറഞ്ഞത്. പിന്നെ അദ്ദേഹം അതിനെ തിരുത്തി. ലേറ്റർ ഹി സെഡ് ഇറ്റ് ഇൻക്ലൂഡ്സ് ഓൾ ലൈഫ് എനർജി ആൻഡ് മോട്ടിവേഷൻ. പിന്നെ അദ്ദേഹം അതിനെ തിരുത്തുകയും നമ്മുടെ ജീവിതത്തിലെ എല്ലാ എനർജീസും മോട്ടിവേഷനും ഒക്കെ എന്തിൻ്റെ ബേസിസിലാണ്, ഈ ലിബിഡോയുടെ ബേസിസിലാണെന്ന് പറയുകയും ചെയ്തു. ഇറ്റ് പുഷസ് അസ് ടു ആക്ട്, ലവ്, ക്രിയേറ്റ് ആൻഡ് സർവൈവ്. നമ്മൾ സ്നേഹിക്കാനും പ്രവർത്തിക്കാനും അതുപോലെ നമ്മളൊരു പ്രശ്നത്തിൽ നിന്ന് സർവൈവ് ചെയ്യാനും ഇതിനെല്ലാം ഈ ലിബിഡോ എന്ന് പറയുന്ന ഇത് നമ്മളെ സഹായിക്കുന്നുണ്ട്. ലിബിഡോ കോസസ് മെനി ഓഫ് അവർ ഇന്നർ കോൺഫ്ലിക്ട്സ് ആൻഡ് ഫീലിങ്സ്. അതുപോലെ നമ്മുടെ ഉള്ളിലുള്ള ഫീലിങ്സും കോൺഫ്ലിക്ട്സും ഒക്കെ കൺട്രോൾ ചെയ്യുന്ന ഈ ലിബിഡോയുടെ ബേസിസിലാണ് വരുന്നത്. അല്ലെങ്കിൽ ഒരുപാട് ഇന്നർ കോൺഫ്ലിക്ട്സിനും ഫീലിങ്സിനും ഒക്കെ കാരണമാകുന്നത് ലിബിഡോ ആണെന്നും പറയുന്നുണ്ട്. അപ്പോൾ ഇത് ഇത്രയാണ് ലിബിഡോയ്ക്കകത്ത് വരുന്നത്. അടുത്ത ടേമാണ് പ്ലഷർ പ്രിൻസിപ്പിൾ. The pleasure principles means we naturally want pleasure and avoid pain. പ്ലഷർ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആർക്കും എന്തിന് ഇഷ്ടമല്ല, പെയിൻ വരുന്നത് അല്ലെങ്കിൽ വേദന വരുന്നത് നമുക്ക് ആർക്കും ഇഷ്ടമല്ല. അപ്പോൾ പ്ലഷർ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് അത്രേ ഉള്ളൂ, നമ്മൾ വേദന അവോയ്ഡ് ചെയ്യുന്നു, അതുപോലെ സന്തോഷം തേടുന്നു. അതാണ് പ്ലഷർ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് പാർട്ട് ഓഫ് ഫ്രൂയിഡ്സ് ഐഡിയ ഓഫ് ദ മൈൻഡ്. ഇതും ഫ്രൂയിഡ് കൊണ്ടുവന്നൊരു ടേമാണ്. അദ്ദേഹത്തിൻ്റെ ഐഡിയ ഓഫ് ദ മൈൻഡിൽ വരുന്ന ഒരു ഭാഗമാണ് പ്ലഷർ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ദിസ് പ്രിൻസിപ്പിൾ കൺട്രോൾസ് ദ ഇത് വിച്ച് ഈസ് ദ മോസ്റ്റ് ബേസിക് പാർട്ട് ഓഫ് അവർ മൈൻഡ്. നമ്മുടെ ബേസിക് പാർട്ടായിട്ടുള്ള മൈൻഡിൻ്റെ ബേസിക് പാർട്ടായിട്ടുള്ള ഇത് ഏത് പ്രിൻസിപ്പിളിൻ്റെ അടിസ്ഥാനത്തിലാണ് വർക്ക് ചെയ്യുന്നത്? പ്ലഷർ പ്രിൻസിപ്പിളിൻ്റെ അടിസ്ഥാനത്തിലാണ് വർക്ക് ചെയ്യുന്നത്. ദ ഇത് വാണ്ട്സ് വാട്ട് ഇറ്റ് വാണ്ട്സ് റൈറ്റ് നൗ. ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണോ വേണ്ടിയുള്ളത് അത് അപ്പം തന്നെ വേണം, അതാണ് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇറ്റ് ഡസ് നോട്ട് തിങ്ക് അബൌട്ട് റൂൾസ്, ഡേഞ്ചർ ഓർ ഫ്യൂച്ചർ. എന്ത് ചെയ്യില്ല, നമ്മൾ ഒന്നിനെ പറ്റിയും ചിന്തിക്കില്ല. എന്തെങ്കിലും പ്രശ്നമുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും നിയമമുണ്ടോ അങ്ങനെ ഒന്നും നമ്മൾ ചിന്തിക്കില്ല. നമ്മുടെ സന്തോഷത്തിന് വേണ്ടി നമ്മൾ ചെയ്യുന്നത്, അതാണ് പ്ലഷർ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഇനി അടുത്ത ടേമാണ് റിയാലിറ്റി പ്രിൻസിപ്പിൾ. നമുക്കറിയാം നമ്മുടെ പ്ലഷർ പ്രിൻസിപ്പിളിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് റിയാലിറ്റി പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ദ റിയാലിറ്റി പ്രിൻസിപ്പിൾ ഈസ് ദ ഓപ്പോസിറ്റ് ഓഫ് ദ പ്ലഷർ പ്രിൻസിപ്പിൾ.
ഇറ്റ് ഈസ് കണക്റ്റഡ് ടു ദ ഈഗോ, ദ തിങ്കിങ് പാർട്ട് ഓഫ് അവർ മൈൻഡ്. ഇതെന്തുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു? നമ്മുടെ മനസ്സിലെ ചിന്തിക്കുന്ന ഭാഗമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഈഗോയുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു. ഇറ്റ് ഹെൽപ്സ് ആസ് വെയിറ്റ് ഫോർ ദ റൈറ്റ് ടൈം ടു ഗെറ്റ് വാട്ട് വി വാണ്ട്. നമ്മൾ ഇത് ചെയ്യും. ഇതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിനുവേണ്ടി കാത്തിരിക്കും. യഥാർത്ഥ സമയം എത്തിയോ എന്ന് വേണ്ടി നമ്മൾ അതിനുവേണ്ടി കാത്തിരിക്കും. ഇറ്റ് മേക്സ് ആസ് തിങ്ക് അബൌട്ട് വാട്ട് ഈസ് പ്രാക്ടിക്കൽ ആൻഡ് പോസിബിൾ. അത് പോസിബിൾ ആണോ പ്രാക്ടിക്കൽ ആണോ എന്നൊക്കെ ചിന്തിച്ച് മാത്രമേ നമ്മൾ പ്രവർത്തിക്കുള്ളൂ. ഇറ്റ് കൺസിഡേഴ്സ് വാട്ട് വിൽ ഹാപ്പൻ ഇഫ് വി ആക്ട് ഓൺ അവർ ഡിസയേഴ്സ്. അതുപോലെ നമ്മുടെ ആഗ്രഹങ്ങൾ പരിഗണിച്ചുകൊണ്ട് തന്നെ നമ്മൾ പ്രവർത്തിക്കും. പക്ഷേ ഉടനടി നമ്മൾ ആഗ്രഹങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കില്ല. അതിനെപ്പറ്റി ചിന്തിച്ച് ഒക്കെയാണ് ഈ റിയാലിറ്റി പ്രിൻസിപ്പിളിൽ പ്രവർത്തിക്കുന്നത്. ദ ഈഗോ യൂസസ് ദിസ് പ്രിൻസിപ്പിൾ ടു ഡീൽ വിത്ത് ദ റിയൽ വേൾഡ്. നമ്മളെ റിയൽ വേൾഡുമായിട്ട് ഡീൽ ചെയ്യാനായിട്ട് ഈഗോ സഹായിക്കുന്ന പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഈ റിയാലിറ്റി പ്രിൻസിപ്പിളാണ്. ഇറ്റ് ഹെൽപ്സ് പീപ്പിൾ ബാലൻസ് ദെയർ ഇന്നർ വിഷസ് വിത്ത് സൊസൈറ്റി റൂൾസ്. നമ്മുടെ മനസ്സിലെ ആഗ്രഹങ്ങളും അതുപോലെ സൊസൈറ്റിയുടെ റൂൾസും തമ്മിൽ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ ഈ റിയാലിറ്റി പ്രിൻസിപ്പിൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇൻ ഷോർട്ട്, ഡോണ്ട് ജസ്റ്റ് ഗ്രാബ് വാട്ട് യു വാണ്ട് നൗ, തിങ്ക് ഫസ്റ്റ്. സിമ്പിളായിട്ട് റിയാലിറ്റി പ്രിൻസിപ്പിൾ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? വാശി പിടിക്കാനായിട്ട് പാടില്ല. ആദ്യം നമ്മൾ അതിനെപ്പറ്റി ഇപ്പോൾ തന്നെ വേണം എന്ന് പറഞ്ഞ് നമ്മൾ വാശി പിടിക്കാൻ പാടില്ല. ആദ്യം നമ്മൾ അതിനെപ്പറ്റി ചിന്തിക്കണം. അതാണ് റിയാലിറ്റി പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഇനി അടുത്ത ടേമാണ് ഈഡിപ്പസ് കോംപ്ലക്സ്. നമ്മളെല്ലാവരും ഈഡിപ്പസ് എന്ന് പറയുന്ന പേര് കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ? അപ്പോൾ ആ ഈഡിപ്പസ് രാജാവിൻ്റെ ആ ഒരു കഥയായിട്ട് ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു ടേമിന് ഈഡിപ്പസ് കോംപ്ലക്സ് എന്ന് പറയുന്ന പേര് ആരിട്ടിരിക്കുന്നത്? സിഗ്മണ്ട് ഫ്രോയിഡ് ഇട്ടിരിക്കുന്നത്. ദ ഈഡിപ്പസ് കോംപ്ലക്സ് ഇസ് എ തിയറി ബൈ ഫ്രോയിഡ്. ഇത് ആരുടെ ഒരു തിയറിയാണ്? ഫ്രോയിഡിൻ്റെ ഒരു തിയറിയാണ്. ഇറ്റ് ഡിസ്ക്രൈബ്സ് എ ചൈൽഡ്സ് ഹിഡൻ ഫീലിങ്സ്. ഒരു കുട്ടിയുടെ ഉള്ളിൽ ഒളിഞ്ഞു കിടക്കുന്ന ഫീലിങ്സ് ആണ് ഇതിൻ്റെ അകത്ത് പറയുന്നത്. എ യങ് ബോയ് ഫീൽസ് ലവ് ഓർ ഡിസയർ ഫോർ ഹിസ് മദർ. ഒരു ചെറിയ ആൺകുട്ടിക്ക് എപ്പോഴും സ്നേഹം അല്ലെങ്കിൽ കരുതൽ ഒക്കെ ആരോടായിരിക്കും? അമ്മയോടായിരിക്കും. അറ്റ് ദ സെയിം ടൈം ഹീ ഫീൽസ് ജലസി ഓർ റൈവലി ടുവാർഡ് ഹിസ് ഫാദർ. അതേ സെയിം ടൈം തന്നെ അച്ഛനോട് എന്താണ് ഒരു അസൂയയോ റൈവലറിയോ ഒക്കെ ഒരു പരുഷമായിട്ടുള്ള ബിഹേവിയറൊക്കെ ആയിരിക്കും കുട്ടി കാഴ്ചവെക്കുന്നത്. ഇനി ഇത് പെൺകുട്ടിയുടെ കേസിലാകുമ്പോഴത്തേക്ക് ആ പെൺകുട്ടിക്ക് ആരോടായിരിക്കും സ്നേഹം കരുതലും ഒക്കെ? അത് അച്ഛനോടും ഒരു ജലസ് റൈവലിയൊക്കെ കാണിക്കുന്നത് അമ്മയോടുമാണ്. ഫ്രൂയിഡ് സെഡ് ദിസ് ഹാപ്പൻസ് ബിറ്റ്വീൻ ഏജസ് 3 to 6 years. ഫ്രൂയിഡ് പറയുന്നത് കുട്ടികളിൽ 3 മുതൽ 6 വയസ്സ് വരെയാണ് ഇത് കാണുന്നത്. ദിസ് സ്റ്റേജ് ഈസ് കാൾഡ് ദ ഫാലിക് സ്റ്റേജ് ഓഫ് ഗ്രോയിങ് അപ്പ്. ഫ്രൂയിഡ് ഈ സ്റ്റേജിനെ വിളിച്ച പേരാണ് എന്തെന്ന് പറയുന്നത്? ഫാലിക് സ്റ്റേജ് എന്ന് പറയുന്നത്. ദ നെയിംസ് കംസ് ഫ്രം എ ഗ്രീക്ക് സ്റ്റോറി അബൌട്ട് കിങ് ഈഡിപ്പസ്. ഞാൻ പറഞ്ഞു, നമ്മുടെ ഈഡിപ്പസ് രാജാവിൻ്റെ കഥയുടെ ബേസിസിലാണ് ഈ ഒരു ഈഡിപ്പസ് കോംപ്ലക്സ് എന്ന് പറയുന്ന പേര് വരുന്നത്. ആ കഥ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ അച്ഛനെ കൊല്ലുകയും അമ്മയെ കല്യാണം കഴിക്കുകയും ചെയ്യുന്നുണ്ട്. അറിയാതെയാണ് ഇത് ചെയ്യുന്നത്. ആ ഒരു കഥയുടെ ബേസിസിലാണ് ഈ ഒരു ടേമിന് ഈഡിപ്പസ് കോംപ്ലക്സ് എന്ന് പറയുന്ന പേര് വന്നിരിക്കുന്നത്. ഫ്രൂയിഡ് യൂസ്ഡ് ദിസ് സ്റ്റോറി ടു എക്സ്പ്ലെയിൻ ദ ചൈൽഡ്സ് അൺകോൺഷ്യസ് ഫീലിങ്സ്. ഫ്രൂയിഡ് ഈ ഒരു കഥ ഇവിടെ പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ മറഞ്ഞു കിടക്കുന്ന അല്ലെങ്കിൽ ഒളിഞ്ഞു കിടക്കുന്ന അൺകോൺഷ്യസ് ആയിട്ടുള്ള ഫീലിംഗ് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ടാണ് ഫ്രൂയിഡ് ഈ ഒരു കഥ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അടുത്ത ടേം പെനിസ് എൻവി. പെനിസ് എൻവി ഈസ് അനദർ തിയറി ബൈ ഫ്രൂയിഡ്. പെനിസ് എൻവി എന്ന് പറയുന്നത് ഫ്രൂയിഡിൻ്റെ ഒരു അനദർ തിയറിയാണ്. ഇറ്റ് ഈസ് പാർട്ട് ഓഫ് ദ എലക്ട്ര കോംപ്ലക്സ് ഫോർ ഗേൾസ്. ഈ പെനിസ് എൻവി എന്ന് പറയുന്നത് എന്തിൻ്റെ പാർട്ടാണ്? എലക്ട്ര കോംപ്ലക്സ് ഫോർ ഗേൾസിൻ്റെ ഒരു പാർട്ടാണ്. ഫ്രൂയിഡ് സെഡ് യങ് ഗേൾസ് നോട്ടീസ് ദേ ഡോണ്ട് ഹാവ് എ പെനിസ്. ഫ്രൂയിഡ് പറയുന്നത് വളരെ കുഞ്ഞു കുട്ടികൾ നോട്ടീസ് ചെയ്യും, അവർക്ക് എന്തില്ല, പെനിസ് ഇല്ല എന്നുള്ള കാര്യം നോട്ടീസ് ചെയ്യും. ദിസ് മേക്സ് ദം ഫീൽ ഇൻഫീരിയർ ഓർ ലാക്കിങ് സംതിങ്. ഇത് അവരുടെ ഉള്ളിൽ അവർക്ക് എന്തോ ഇല്ല അല്ലെങ്കിൽ എന്തോ മിസ്സിങ് ആണെന്നുള്ളൊരു തോട്ട് വരും. ദേ ബിക്കം ജലസ് ഓഫ് ബോയ്സ് ആൻഡ് മെൻ. അതുകൊണ്ട് തന്നെ അവർക്ക് ആൺകുട്ടികളോടോ ആണുങ്ങളോടോ ഒക്കെ അസൂയ തോന്നും. ടു ഫ്രൂയിഡ് എ പെനിസ് റെപ്രസെൻറ്റഡ് പവർ ആൻഡ് മസ്കുലിനിറ്റി. അതുപോലെ ഫ്രൂയിഡ് പറയുന്നത് ഈ പെനിസ് എന്ന് പറയുന്നത് ഒരു ശക്തിയുടെയും മസ്കുലിനിറ്റിയുടെയൊക്കെ ഒരു റെപ്രസെൻറ്റേഷൻ ആയിട്ടാണ് പറയുന്നത്. സോ ദ ഗേൾ മേ ബ്ലെയിം ഹർ മദർ ഫോർ ദിസ് ലാക്ക്. അപ്പോൾ പെൺകുട്ടി എന്ത് ചെയ്യും? എനിക്കിതില്ലാത്തത് അമ്മയുടെ കുഴപ്പമാണെന്ന് പറഞ്ഞാൽ അമ്മയെ കുറ്റപ്പെടുത്തും. ഷീ ദെൻ ബിക്കംസ് മോർ അറ്റാച്ച്ഡ് ടു ഹെർ ഫാദർ. അതുകൊണ്ട് തന്നെ അവൾ കൂടുതൽ അച്ഛനുമായിട്ട് അടുക്കും. ഫ്രൂയിഡ് ബിലീവ്ഡ് ദിസ് ഫീലിംഗ് ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ എ ഗേൾസ് ഗ്രോത്ത്. അതുപോലെ ഫ്രൂയിഡ് പറയുന്നുണ്ട് ഈ ഒരു വിശ്വാസം
എന്താണ് അല്ലെങ്കിൽ ഈ ഒരു കുട്ടികളുടെ ഈ ഒരു ഫീലിംഗ് പെൺകുട്ടികളുടെ ഗ്രോത്തിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഫ്രോയിഡ് പറയുന്നുണ്ട്. ഇറ്റ് അഫക്ട്സ് ഹൗ ഷീ ഫോംസ് ഹെർ ജെൻഡർ ഐഡൻറ്റിറ്റി ആൻഡ് സെൽഫ് എസ്റ്റീം. അതുപോലെ ഈ ഒരു വളർച്ച കൊണ്ട് തന്നെ ഇത് ജെൻഡർ ഐഡൻറ്റിറ്റി, സെൽഫ് എസ്റ്റീമിനെയൊക്കെ വളരെയധികം സഹായിക്കുന്നുണ്ട്. അപ്പം നമ്മൾ സൈക്കോ അനാലിസിസ് എന്താണെന്ന് പറഞ്ഞു, സിഗ്മണ്ട് ഫ്രോയിഡ് ആരാണെന്ന് പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ കുറച്ച് ടേംസ് പറഞ്ഞു, അതുപോലെ ജാക്കോസ് ലെക്കാനെ പറ്റി പറഞ്ഞു, പിന്നെ ലിബിഡോ, പ്ലഷർ പ്രിൻസിപ്പിൾ, റിയാലിറ്റി പ്രിൻസിപ്പിൾ, ഈഡിപ്പസ് കോംപ്ലക്സ്, പെനിസ് എൻവി, ഇങ്ങനെയുള്ള 5 സിഗ്മണ്ട് ഫ്രോയിഡ് കൊണ്ടുവന്ന ടേംസും പറഞ്ഞു. വളരെ സിമ്പിളായിട്ട് ചുരുക്കിയാണ് പറഞ്ഞിരിക്കുന്നത്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു.